എന്തിനാണ് കരയുന്നത്? എന്റെ പൊന്നു മോനിൽ എന്തിനാ കരയുന്നത്? എനിക്ക് കരിമ്പ് വേണം. അത്രേ ഉള്ളൂ. ഡാഡി ഇതാ ഇപ്പം പോയി വാങ്ങിച്ചോണ്ട് വരാം. ഇതാ കരിമ്പ്. ഇനി എന്തിനാ കരയുന്നത്? ഇതാ കരിമ്പ്. ഇവിടെ കരിമ്പ് വേണം പറഞ്ഞ് കരിമ്പ് കൊണ്ട് തന്നു. ഇനി എന്തിനാ കരയുന്നത്? ഓ, രണ്ടാക്കി തരണം. ഇതാ രണ്ടാക്കിയിരിക്കുന്നു. ഇനി മോൻ കരയണ്ട. എടാ രണ്ടാക്കി തരാൻ പറഞ്ഞു, രണ്ടാക്കി തന്നു. അതങ്ങ് പറഞ്ഞാൽ പോരെ. അതിന് കരയണോ? നാലാക്കാൻ പറഞ്ഞു, നാലാക്കി തന്നു. പിന്നെ എന്തിനാ കരയുന്നത്? രണ്ടായിട്ട് വെട്ടിക്കളയും ഞാൻ പറഞ്ഞേക്കാം. നിർത്താം. ചേടാ കരിമ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, കരിമ്പ് കൊണ്ടുവന്നു. രണ്ടാക്കാൻ പറഞ്ഞു, രണ്ടാക്കി. വീണ്ടും രണ്ടാക്കാൻ പറഞ്ഞു, അതിനെ നാലാക്കി. ഇനി എന്താ ചെയ്യേണ്ടത്? പറയടാ. കുത്തിയൻ. അയ്യോ, അമ്മേ, ഡാഡി പാട്ട് പാടുന്ന പടമല്ലേ? ഡാഡിക്കന്ന് നല്ല ചമയായിരുന്നു. അത് മോൻ എങ്ങനെ അറിയാം? പറഞ്ഞതല്ലോ. പറയും മോനെ, പറയും മോനെ. എങ്ങനെ അറിയാന്നാ ചോദിച്ചത്? പറഞ്ഞാമ്മ തല്ലോ? ഇല്ല, ഞാൻ പറയത്തില്ല. അമ്മയുടെ പൊന്നു മോനല്ലേ, അമ്മയുടെ മോന് സ്നേഹമില്ലേ? പറ മോനെ. പറഞ്ഞമ്മ ദേഷ്യപ്പെടോ? ഇല്ല, പറ മോനെ. അത് ഞാന് പിന്നെ ഇത് രവിപ്രസാദിന്റെ വീട് തന്നെയല്ലേ? രവിപ്രസാദ് ഇവിടെ ഇല്ലേ? നീ ഊമയാണല്ലേ? പൂ കൊള്ളാമല്ലോ.
മോനെ പോയി നോക്കിട്ട് വാ. 1 മണിയല്ലേ കേട്ടത്? ഞാനപ്പോ പതുക്കെ പോയാ മതിയില്ലേ? പോയിട്ട് വാ. അച്ഛാ, മോനെ, നിനക്ക് കാണാമോ മോനെ? കാണാമോ? കാണാം അച്ഛാ. എല്ലാം അച്ഛൻ, ഡോക്ടർ, എല്ലാം. ഡോക്ടർ, എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. സിന്ധു എവിടെ അച്ഛൻ? അവൾ വന്നില്ലേ? അച്ഛാ, സിന്ധു എവിടെ? എനിക്ക് അവളെ കണ്ണു നിറയെ ഒന്ന് കാണണം. എവിടെ? അതാണ് മോനെ സിന്ധു. ആ കണ്ണുകൾ കൊണ്ടാണ് നീ കാണുന്നത്. ഇതേ പ്രതി തന്നെയാണ് കണ്ണൂരിലുള്ള ചന്ദ്രമോഹനെയും ചേർത്തലയിലെ ഗിരീഷിനെയും കൊന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ജോയി എന്നൊരു കോളേജ് വിദ്യാർത്ഥിയെ സിനിമാ തിയേറ്ററിൽ നിന്നും ലോഡ്ജിൽ കൂട്ടിക്കൊണ്ടുപോയി ചുറ്റിയയ്ക്ക് അടിച്ചു കൊന്നതും ഇവൻ തന്നെയാണ്. ചുറ്റിയ കൊണ്ട് അടിച്ചുകൊല്ലുക എന്നതാണ് പ്രതിയുടെ മോഡസ് ഓപ്പറാണ്ട. അവന്റെ ഇരകളിൽ നിന്നും ആരും ഇതേവരെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും ഇതുവരെ കിട്ടിയ തെളിവുകൾ വെച്ച് പ്രതിയുടെ ഏകദേശ രൂപം ഞാനിപ്പോ കാണിക്കാം. നോക്കൂ. ഇൻസ്പെക്ടർ, എന്ത് ത്യാഗം സഹിച്ചും ഇവനെ ഞാൻ കണ്ടുപിടിക്കും. എന്റെ പൊന്നു പെങ്ങളെ കൊന്ന ഈ ദുഷ്ടനെ കണ്ടുപിടിക്കാതെ ഇനി ഞാൻ അടങ്ങില്ല. മിസ്റ്റർ രവിപ്രസാദ്, ഗവൺമെന്റ് തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഭീകരനായ കൊലയാളിയാണ് ഇവൻ. ഇവനെ പിടികൂടാൻ സഹായിച്ചാൽ അത് ഈ ഡിപ്പാർട്ട്മെന്റിനോടും അതിലുപരി ഈ നാട്ടിലെ ജനങ്ങളോടും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. സാർ, ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ആ മനുഷ്യമൃഗത്തെ ഞങ്ങൾ പിടിക്കും, തീർച്ച. ഒരു കാര്യം കൂടി, സിന്ധു കൊല ചെയ്യപ്പെട്ടതിന് ഏക ദൃക്സാക്ഷി കുട്ടി മാത്രമാണ്. ആ കുട്ടിക്ക് അടുത്തറിയാവുന്ന ആരോ ഒരാളാണ് സിന്ധുവിനെ കൊന്നതെന്ന് ഞങ്ങളുടെ ബലമായ സംശയം. പെട്ടെന്നുണ്ടായ ഷോക്കിൽ കുട്ടിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രതിയെക്കുറിച്ച് യാതൊന്നും അറിയാൻ ഇപ്പോൾ സാധ്യമല്ല. ഏതായാലും സൂക്ഷിക്കുക, അല്ലെങ്കിൽ കുട്ടിയുടെ ജീവനായിരിക്കും ആപത്ത് സംഭവിക്കുക.
താങ്ക് യു ഇൻസ്പെക്ടർ. ഓ, ഇതാണ് ഞാൻ പറഞ്ഞ ബാലചന്ദ്രൻ. ഓ, ഞാൻ സിന്ധുവിന്റെ കൊച്ചേട്ടനാണ്. ഗോപൻ. അതെ, എന്റെ പൊന്നു പെങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ബാലചന്ദ്രന് ഞങ്ങളെയൊക്കെ കാണാമോ? എനിക്കെല്ലാം കാണാം. എത്രയും വേഗം എന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കാൻ ഞാൻ കൊതിച്ചത് എന്റെ സിന്ധുവിനെ ഒന്ന് കാണാനായിരുന്നു. പക്ഷേ ഇനി എന്തിന്റെ കേട്ടായി കണ്ണുകൾ? ഇല്ല നിയ, സിന്ധു മോളുടെ കണ്ണുകളെങ്കിലും ഇനി ഞങ്ങൾക്ക് കാണാമല്ലോ. മരിച്ചു കിടക്കുമ്പോഴും എന്റെ കുഞ്ഞു പെങ്ങളുടെ കണ്ണുകൾ തുറന്നു തന്നെയിരുന്നു. ബാലചന്ദ്രൻ വരുന്നുണ്ടോ എന്ന് എന്റെ പെങ്ങൾ ഉറ്റുനോക്കിയതായിരിക്കാം. എന്റെ സിന്ധുമോളിൽ നിന്ന് അകന്നു കഴിയുമ്പോഴും ഓരോ നിമിഷവും അവളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഓർത്തിരുന്നത്. എന്റെ സിന്ധുമോൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ കളങ്കമെന്തെന്നറിയാത്ത ഞങ്ങളുടെ പൊന്നുപെങ്ങളെ കൊന്നവൻ ആരായിരുന്നാലും ശരി, അവനെ ഞങ്ങൾ കണ്ടുപിടിക്കും. മോനെ